अरे क्या गफूर का दोस्त कैसा है? പൈസയോ? മൊയ്തീനെ, ആരാണ് ചങ്ങായി? ഞമ്മളിതുവരെ പഹാൻ ഇവിടെ എവിടെയും കണ്ടില്ലല്ലോ. പിന്നെ ഇയാളെന്തിനാണ് ഞമ്മളോട് പൈസ ചോദിക്കണത്? പൈസ ചോദിച്ചല്ല ഗഫൂർക്ക, കൈസാഹെന്ന് വെച്ചാൽ സുഖാണോന്ന്. ലേശം സോക്കറവുണ്ട്, ഇപ്പൊ മാറ്റി തരുവോ? ഗഫൂറെ, എടാ നിനക്കെന്നെ മനസ്സിലായില്ലേ? ഇത് ഞാനാടാ, പഴയ ബാപ്പൂട്ടി. ബാപ്പൂട്ടിയോ? ഞമ്മളെ കൂടെ കോട്ടി കളിച്ചാടുന്ന ബാപ്പൂട്ടിയോ? ഇന്റെ വഹയാ, ഈ ആകെ വെളുത്ത് തടിച്ച് ചോന്ന് കറുത്തെല്ലാം കൂടി കരിമുട്ടി പോലല്ലോ മോനെ. അല്ല ബാപ്പൂട്ടിയെ, ഈ ബോംബെയിലേക്ക് നാട് വിട്ടല്ലേ, അതുകൊണ്ട് രക്ഷപ്പെട്ടോ അതോ പണ്ടത്തെ പോലെ അവിടെയും തേരാപ്പാര തന്നെ? തേരാപ്പാരയാ മക്കളെ. 4 ലോറി, 3 ബസ്, 12 കാറ്, 25 ഓട്ടോറിക്ഷ, 10 സ്കൂട്ടർ. അത് ശരി, അനക്ക് ബോംബെയില് വർക്ക്ഷോപ്പ് നടത്തലാണ് പണി. എങ്ങനെ മെച്ചം കിട്ടുവോ? വർക്ക്ഷോപ്പോ? എടാ ഗഫൂറെ, ഇത്രയും വാഹനങ്ങൾ ബോംബെയിൽ ഉണ്ടെന്നാ ഞാൻ പറഞ്ഞു. ഒന്ന് സൈത്താനെ അവിടുന്ന്. ലക്ഷക്കണക്കിന് വാഹനങ്ങൾ ഓടുന്ന സിറ്റിയാണ് ബോംബെ. മുംബൈ മുംബൈ ആയാലും പിംബെ ആയാലും വാഹനം തന്നെയാണല്ലോ. ഈ മുംബൈയിലൊന്നും പോയിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. മോനെ ഗഫൂറെ, ഞാൻ അവിടുത്തെ ദാദയാണ്, ദാദ. നീ ധാരാവിന്ന് കേട്ടിട്ടുണ്ടോ? ഇല്ല, നീരാവി നമ്മൾ കേട്ടിട്ടുണ്ട്. ധാരാവിക്കാരെന്നെ കണ്ട നീരാവി ആയി പോവും. ആര്? ഇയ്യോ? എന്താ ചങ്ങായി, വാടായി നിർത്ത്. ബോംബെക്ക് എന്താടോ, ഗൾഫല്ലേ നമ്പർ 1. ഗൾഫ് ജീവിതം എന്ന് പറഞ്ഞ എന്താന്നാ എന്റെ വിചാരം? കാലത്ത് നമ്മള് റൂമിൽ നിന്ന് ഇറങ്ങുമ്പോ തന്നെ കാറും കൊണ്ട് ആൾക്കാർ കാത്തുക്കുന്നു. തിരിച്ചു വരുന്നതോ വേറെ കാറില്, വേറെ ആൾക്കാരൊപ്പം. കഴിക്കാനാണെങ്കിലോ 5 സ്റ്റാർ ഫുഡ്, കയ്യില് 2-3 മൊബൈല്. അതാണ് മോനെ നാട്, അതാണ് ജീവിതം. അല്ല, അതിന് ഗഫൂർ ഗൾഫിൽ പോയിട്ടുണ്ടോ? ഏയ്, ഞമ്മള് പോയിട്ടില്ല. ഞമ്മളെ കെട്ടികള് സൂറാവി ചോദിക്കണ്. ഓള് പറഞ്ഞതല്ലേ.